നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജനുവരി 22-ാം തീയതി ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ്. അയോധ്യയിൽ നമ്മളുടെ എല്ലാം 500 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ഓരോ ഭാരതീയന്റെയും, ഓരോ ലോകത്തിലുള്ള സനാതന ധർമ്മ വിശ്വാസിയുടെയും, നല്ല മനസ്സോടെ ചിന്തിക്കുന്ന എല്ലാ മതസ്ഥരുടെയും ആഗ്രഹപ്രകാരം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. പ്രാണപ്രതിഷ്ഠ 22-ാം തീയതി നടക്കുകയാണ്. അന്നേ ദിവസം എല്ലാവരും അവരവരുടെ ഗൃഹത്തിൽ ശ്രീരാമ മന്ത്രങ്ങൾ മുഴക്കുക, ശ്രീരാമനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും, നാടിനും നാട്ടാർക്കും രാജ്യത്തിനും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഐശ്വര്യവും സുഖവും സമ്പത്തും സൗഭാഗ്യവും ഒക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഭാരതീയ ശാസ്ത്രം. എല്ലാവരും സുഖമായിരിക്കാൻ ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടാം. അത്തരത്തിൽ അക്ഷതം തയ്യാറാക്കാനും അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ആ ദിവസം ചൊല്ലാനും ഒക്കെ ആയിട്ടുള്ള മന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുറന്നു നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ അക്ഷതത്തിന്റെ പ്രാധാന്യവും അക്ഷതം തയ്യാറാക്കേണ്ട വിധവും അക്ഷതം എന്താണ് ചെയ്യേണ്ടത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കാണുക. നിങ്ങൾക്ക് വിലപ്പെട്ട അറിവ് ആ വീഡിയോയിൽ ഉണ്ട്. ഇന്ന് നമുക്ക് ശ്രീരാമ മന്ത്രങ്ങളെ പരിചയപ്പെടാം. എല്ലാ വ്യക്തികളും 22-ാം തീയതി ഈ മന്ത്രം ജപിക്കുക. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ എന്നാണ്. രാമ, രാമഭദ്രൻ, രഘുനാഥൻ ഇവയെല്ലാം ശ്രീരാമന്റെ വ്യത്യസ്ത പേരുകളാണ്. അങ്ങനെയുള്ള ശ്രീരാമ ഭഗവാനും അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള സീതാദേവിക്കും ഞങ്ങളുടെ നമസ്കാരം എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ എന്നാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം കൂടി പരിചയപ്പെടാം. ശ്രീരാമ രാമ രാമേതി രാമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്ലോകം ഒന്നുകൂടെ ഒന്ന് ചൊല്ലാം. ശ്രീരാമ രാമ രാമേതി രാമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഈ ശ്ലോകം പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ്. ഞാൻ ശ്രീരാമനെ ശ്രീരാമ രാമ രാമ എന്ന് ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അങ്ങനെ രാമനാമം 3 പ്രാവശ്യം അടുപ്പിച്ച് ചൊല്ലുന്നത് വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ ചൊല്ലുന്നതിന് തുല്യമാണ്. അതായത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് അർത്ഥം. രാമായ രാമഭദ്രായ എന്ന് തുടങ്ങുന്ന ശ്ലോകവും ശ്രീരാമ രാമ രാമേതി എന്ന ഇപ്പൊ പരിചയപ്പെട്ട ശ്ലോകവും ഒന്നിച്ച് ചൊല്ലുക. ഇനി മറ്റൊരു ശ്ലോകം കൂടി നമുക്ക് പരിചയപ്പെടാം. നീലാംബുജ ശ്യാമള കോമളാംഗം സീതാ സമാരോപിത വാമഭാഗം പാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. രഘുവംശ രാജാക്കന്മാരിൽ ഏറ്റവും മികച്ചവനും വില്ലുമമ്പും നന്നായി പ്രയോഗിക്കാൻ അറിയാവുന്നവനും നീലത്താമരയുടെ നിറത്തോടുകൂടിയും മൃദുത്വമുള്ള ശരീരത്തോടുകൂടിയും ഇടതുവശത്ത്, അതായത് വാമഭാഗത്ത് സീതാദേവിയോടും കൂടിയും കാണപ്പെടുന്ന ശ്രീരാമ ഭഗവാന് ഞാൻ നമസ്കാരം ചെയ്യുന്നു. ശ്ലോകത്തെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കാം. ഓം നീലാംബുജ ശ്യാമള കോമളാംഗം സീതാ സമാരോഹിത വാമഭാഗം പാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. ഇനി ഭൂമി ലാഭവും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ചൊല്ലാൻ പറ്റിയ ഒരു മന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ശ്രീരാമ മാലമന്ത്രം എന്നാണ് ഇതിന്റെ പേര്. ഈ മന്ത്രം നിത്യവും 14 തവണ ജപിക്കുന്നത് ശ്രേയസ്കരമാണ്. പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസങ്ങളിൽ ജപിക്കുന്നത് വിശേഷമാണ്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം ഭൂമി ലാഭം, ശത്രുജയം, നല്ല സന്താന ഭാഗ്യം, ആരോഗ്യം, ധനം ഇവയുടെ വർധനവ്, നാൽക്കാലികൾ തുടങ്ങിയവയുടെ ലാഭം എന്നിവയെല്ലാം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ശ്രീരാമ മാലമന്ത്രത്തെ 14 പ്രാവശ്യം വീതം ദിവസവും ജപിക്കുക ഫലപ്രദമാണ്. 22-ാം തീയതി നിർബന്ധമായും ഈ മന്ത്രം കൂടി ജപിക്കുക. നമുക്ക് ശ്രീരാമ മാലമന്ത്രം ഒന്ന് പരിചയപ്പെടാം. ഓം നമോ ഭഗവതേ രഘുനന്ദനായ രക്ഷൗഘ വിനാശായ രിപുചോര വ്യാഘ്ര കൃമികീട പതംഗാദി ദുഷ്ടസത്വ വിനാശനായ മധുരപ്രസന്ന വദനാമിത തേജസ്സേ വീരായ രാമായ വിഷ്ണവേ നമ ശ്രീരാമചന്ദ്രായ നമഃ. വീരായ രാമായ വിഷ്ണവേ നമഃ ശ്രീരാമചന്ദ്രായ നമഃ. മന്ത്രത്തെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ രഘുനന്ദനായ രക്ഷൗഘ വിനാശനായ രിപുചോര വ്യാഘ്ര കൃമികീട പതംഗാദി ദുഷ്ടസത്വ വിനാശനായ
മധുരപ്രസന്ന വദനാമിത തേജസ്സേ വീരായ രാമായ വിഷ്ണുവേ നമ ശ്രീരാമചന്ദ്രായ നമ. ഈ ശ്രീരാമമാല മന്ത്രത്തെ 14 പ്രാവശ്യം അന്നേ ദിവസം ചൊല്ലുക. ഈ മന്ത്രം നിത്യം ജപിക്കുന്നതും വിശേഷ ഫലത്തെ നൽകുന്നതാണ്. നേരത്തെ പറഞ്ഞ ഫലങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. വളരെ വിശേഷപ്പെട്ട മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ 22-ാം തീയതി ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കുക. വളരെയേറെ ഐശ്വര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്ന് ഉറപ്പാണ്. ശ്രീരാമ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.